ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ ചൈനീസ് സ്റ്റൈലാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലത്തെ ഉള്ളിവടയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിറയെ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഉള്ളിവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് കടലപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാബേജ് ആണ്. ക്യാബേജ് നമുക്ക് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് തന്നെ ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൊട്ടാറ്റോ കൂടി ചേർത്ത് കൊടുക്കണം. അതും ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നല്ല നേരിയതായിട്ട് വേണം കട്ട് ചെയ്യാൻ. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം. അപ്പോൾ അതെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ ഈ കടലപ്പൊടിയിലും അതേപോലെ തന്നെ അരിപ്പൊടിയിലും ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ആവാൻ വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതേപോലെ തന്നെ നമ്മൾ സോയ സോസും ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. നന്നായിട്ട് കുഴച്ചിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിവടയെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, എന്നാലേ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ചൈനീസ് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കിടിലനാണ്. അപ്പോൾ നിങ്ങൾ ചൂട് ചായൻ്റെ കൂടെ ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.